ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു എഡ്ജുവിറ്റെയിൽസ്. ഇന്ന് എഡ്ജുവിറ്റെയിൽസിൻ്റെ വീഡിയോയിൽ ന്യൂസിലാൻഡ് ഓസ്കിയുടെ സ്റ്റേഷൻ നമ്പർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റേഷൻ നമ്പർ 1 ഡിസ്കസ് ചെയ്തിരുന്നു. അത് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. അത് നിങ്ങളെല്ലാവരും വീട്ടിൽ റോൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ നമ്പർ 2 പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റേഷൻ നമ്പർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സ്റ്റേഷൻ നമ്പർ 2 ക്ലിനിക്കൽ അസസ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായി റോൾ പ്ലേ ചെയ്ത് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യണം. നമുക്ക് മുമ്പോട്ട് നമ്മുടെ വീഡിയോസുമായിട്ട് നമ്മൾ നമ്മുടെ ഓസ്കിയും അതുപോലെയുള്ള നേഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ന്യൂസിലാൻഡ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലൂടെ തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം ക്ലിനിക്കൽ അസസ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേഷൻ നമ്പർ 2 ക്ലിനിക്കൽ അസസ്മെൻറ്റിൽ അവർ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തരും. ആ ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: നീ ഒരു പേഷ്യൻറ്റിനെ അസസ് ചെയ്യാൻ പോവുകയാണ്. കംപ്ലയിൻസ് ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഡിസിനസ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റേഷൻ നമ്പർ 2 എപ്പോഴും അസസ്മെന്റ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ് ആക്യുറേറ്റ്ലി എന്നുള്ളതായിരിക്കും. അപ്പം ഒരു സിനാരിയോ നമുക്ക് തന്നു. നമ്പർ 1 ചെസ്റ്റ് പെയിൻ ആണ്. അതിന്റെ ടാസ്ക് തന്നിരിക്കുന്നത് പെർഫോം എ ക്ലിനിക്കൽ അസസ്മെന്റ് ഓൺ എ പേഷ്യന്റ് പ്രസന്റിംഗ് വിത്ത് ചെസ്റ്റ് പെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ സ്റ്റെപ്സ് നിങ്ങൾ OPQRST മോഡൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു മോഡലാണ്. അതും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ആരാണ്, ഞാനൊരു നേഴ്സാണ്, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഇന്ന അസസ്മെന്റ് ചെയ്യാൻ വന്നതാണ്, നിനക്കത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് അവരോട് കൺസെന്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഹിസ്റ്ററി കളക്ഷനിലേക്ക് പോകുന്നു. OPQRST മോഡലാണ്. O എന്ന് പറയുന്നത് ഓൺസെറ്റ് എന്നാണ്, അതായത് എപ്പോഴാണ് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് അവരോട് ചോദിക്കുക. P എന്ന് പറഞ്ഞ പ്രൊവോക്കേഷൻ, എന്ത് കാര്യങ്ങളാണ് ഈ പെയിൻ വേഴ്സൺ ആകുന്നത് അല്ലെങ്കിൽ പെയിനെ എന്താണ് പ്രൊവോക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അതുപോലെ ക്വാളിറ്റി, പെയിന്റ് ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യാൻ അവരോട് പറയുക. ഡൾ പെയിൻ ആണോ, ഷാർപ്പ് പെയിൻ ആണോ, അങ്ങനെ ചോദിക്കുക. അതിനുശേഷം റേഡിയേഷൻ, എങ്ങോട്ടാണ് ഈ പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. പിന്നീട് സിവിയാരിറ്റി, പെയിൻ്റെ സിവിയാരിറ്റി എങ്ങനെയാണ് എന്ന് ചോദിക്കുക. അപ്പോൾ പെയിൻ സ്കോർ അവരോട് മാർക്ക് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നമ്മളും അറിഞ്ഞിരിക്കണം, കാരണം എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ ടൈമിങ്, അപ്പോൾ അവരോട് ചോദിക്കുക, ഈ പെയിൻ കോൺസ്റ്റന്റ് പെയിൻ ആണോ അതോ വന്നും പൊക്കോണ്ടിരിക്കുന്ന പെയിൻ ആണോ എന്ന് അവരോട് ചോദിക്കുക. പിന്നീട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ബേസ് ആയിട്ട് ലിപ്പിംഗ് കോട്ട് അതുപോലെയുള്ള ബുക്സ് നിങ്ങൾ റീഡ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം വേണം പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, റെസ്പിറേഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പിന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ്, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അസസ്മെൻറ്റിൽ വരുന്ന ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, ഓസ്കൾട്ടേഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സൈനോസിസിൻ്റെ സിംറ്റംസ് ഉണ്ടോ, ഡിസ്ട്രസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പാൽപേഷൻ, ചെസ്റ്റ് ഏരിയയിൽ ടെൻഡർനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഓസ്കൾട്ടേഷൻ, ലങ് സൗണ്ട്, ഹാർട്ട് സൗണ്ട്, അതൊക്കെ കൃത്യമായി നിങ്ങൾ പഠിക്കണം. മർമറാണോ, ക്രാക്കിൾ സൗണ്ട് ആണോ, അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ, ത്രൂ ഔട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട സെൻറ്റൻസ് ആണ്, താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് ഇൻഫർമേഷൻ ടു മീ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവരോട് പറയുക, ഈ ഫൈൻഡിങ്സ് ഇന്നതാണ്, ഈ ഫൈൻഡിങ്സ് ഞാൻ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യും. അതുപോലെ ഫർദർ എന്തെങ്കിലും ടെസ്റ്റ്, ECG ബ്ലഡ് ടെസ്റ്റോ അതുപോലെ തന്നെ എന്തെങ്കിലും കാർഡിയോ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞ് വേണം ഈ സിനാരിയോ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനോട് ചോദിച്ച് കൺഫേം ചെയ്യണം. അതുപോലെ ടൈം ഫ്രെയിം മസ്റ്റാണ്. അവർ പറഞ്ഞിരിക്കുന്ന ടൈം ഫ്രെയിമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഒരിക്കലും ഒരു 10 മിനിറ്റ്സിൽ കൂടുതൽ തരില്ല. 2 മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാനും തരും. അപ്പം കറക്റ്റായിട്ട് ഇതെല്ലാം പാലിച്ച് നമ്മൾ ഓസ്കിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനും അങ്ങനെ ഒരു ആറനായിട്ട് ന്യൂസിലാൻഡിൽ എത്താനും സാധിക്കും. അത് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ വീഡിയോ തുടർന്നും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.